പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഓഗസ്റ്റ് മാസം 6-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ, അങ്ങനെ ഈ പകൽക്കാലം അത്ഭുതകരമായി നടത്തുന്നതിന്, അതിശയകരമായി നടത്തുന്നതിന്, ശ്രേഷ്ഠമായി നടത്തുന്നതിന് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അവൻ കരം ഉയർത്തി ഒന്നുകൂടുന്നു കർത്താവിന് സ്തോത്രം പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്കായി വിട്ടു തന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ രക്തം ഞങ്ങളുടെ സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ചതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നീതീകരണം തന്നതിനായിട്ട് സ്തോത്രം. വീണ്ടെടുപ്പ് നൽകിയതിനായിട്ട് സ്തോത്രം. അപ്പം നന്ദിയോടെ 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 സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആമേൻ അടിപ്പിടരാൻ ഞങ്ങൾക്ക് തന്ന സൗഖ്യത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ പൊന്മുഖത്തേക്ക് നോക്കുക. അങ്ങ് പറഞ്ഞ്, എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിങ്ങൾക്ക് ഉത്തരമറില്ല. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അപ്പൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുക. അപ്പം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അങ്ങ് ഉത്തരമറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. ആ മുഖത്തേക്ക് നോക്കുന്നവരെ അങ്ങ് പ്രകാശിപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അവരെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ലല്ലോ. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആ പൊന്മുഖത്തേക്ക് നോക്കുന്ന അപ്പാ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പാ, ഓരോരുത്തരുടെ മേലും അങ്ങയുടെ പ്രത്യേക കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്ന് ഈ പ്രഭാത സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് ആത്മീകമായ ചില അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. അവർ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ഇതുവരെയും ആത്മാവിൻ്റെ നിറവനുഭവിക്കാത്തവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ ആത്മനിറവനുഭവിക്കട്ടെ. ആത്മാവിൻ്റെ നിറവനുഭവിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആത്മാവിൻ്റെ നിറവനുഭവിക്കട്ടെ. ആമേൻ. ഇതുവരെയും ഹല്ലേലൂയ സ്തോത്രം ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടില്ലാത്തവർ ഇന്ന് അവരുടെ ശരീരത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. അപ്പോൾ ആമേൻ, ആ സാന്നിധ്യത്തിനകത്തുള്ള നന്മകൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെച്ചാട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് വയറിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ, യേസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വയറിനകത്തുള്ള അസ്വസ്ഥതകൾ, വയർ വീർത്തിരിക്കുന്ന പോലുള്ള അനുഭവങ്ങൾ, ആമേൻ, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, അസിഡിറ്റിയുടെ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്രിയാറ്റിൻ ലെവൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിയാറ്റിൻ്റെ ലെവൽ നോർമലായിത്തീരട്ടെ. കിഡ്നി ഫംഗ്ഷൻ യേശുവിൻ്റെ നാമത്തിൽ നോർമലായിത്തീരട്ടെ. അതുപോലെ കർത്താവെ, വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. അതുപോലെ അപ്പാ, ഈ പ്രഭാതത്തിൽ എല്ലാ ആവശ്യങ്ങളുടെ മേലും അങ്ങയുടെ കരം പ്രവർത്തിക്കണം. ജോലി ആവശ്യങ്ങളിൽ, ഫൈനാൻഷ്യൽ ആവശ്യങ്ങളിലൊക്കെ കർത്താവ് അത്ഭുതം ചെയ്യണമേ. ബിസിനസ്സിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. ഇന്ന് പ്രഭാതം ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. വീട് പണി ആരംഭിച്ചു, പകുതി വഴിക്ക് നിർത്തിവെച്ചിരിക്കുന്ന അനുഭവങ്ങൾ മാറി യേശുവിൻ നാമത്തിൽ അത് ഫിനിഷ് ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവനും വിശ്വസ്തനും മാറാത്തവനുമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ഒരു വലിയ ഉണർവിന് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങൾ വലിയ ഉണർവിൻ്റെ ദിവസങ്ങളാകിയാൽ സ്തോത്രം. ഇന്നലത്തെ മീറ്റിംഗും അനുഗ്രഹമാക്കി തീർത്തല്ലോ, നന്ദി. നാളത്തെ സഭായോഗത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഏറ്റവും മഹത്തരവും ശ്രേഷ്ഠവുമാക്കി തീർത്തിരിക്കുന്നതിന് സ്തോത്രം. അങ്ങ് വൻ കാര്യങ്ങളെ ചെയ്യണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും അതിൽ വന്ന് പങ്കുചേരണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന സങ്കീർത്തനത്തിൽ നിന്നാണ്. സങ്കീർത്തനം 71-14 വാക്യം. അവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുക, ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ അങ്ങേ സ്തുതിക്കും. 2 കാര്യങ്ങളാണ് അവിടെ ദാവീദ് പറയുന്നത്. ഞാൻ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ കർത്താവിനെ എന്ത് ചെയ്യും? സ്തുതിക്കും. നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ പറയാൻ പറ്റണം, ഞാൻ എപ്പോഴും എന്ത് ചെയ്യും? കർത്താവിനെ ഞാൻ എപ്പോഴും എന്ത് ചെയ്യും? പ്രത്യാശിക്കും, മേൽക്കുമേൽ ഞാൻ കർത്താവിനെ സ്തുതിക്കും. ദാവീദ് ഈ പറഞ്ഞ ജീവിതത്തിലെ ഏറ്റവും സുഖകരമായ അനുഭവങ്ങളിലൂടെ പോകുമ്പോഴല്ല. ശത്രുക്കൾ ചുറ്റുമുണ്ടായിരുന്നു, തൻ്റെ പ്രായം വർദ്ധിച്ചിരിക്കുന്നു, പലരും ദാവീദിനെ കൈവിട്ടിരിക്കുന്നു. എങ്കിലും ദാവീദ് ഒരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ പ്രത്യാശ കൈവിടുകയില്ല. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും വേണ്ടത് അതാണ്. നമ്മുടെ പ്രത്യാശ കൈവിട്ടു പോകില്ല. നമ്മൾ പ്രത്യാശയുള്ളവർക്ക് മാത്രമേ മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. പലരുടെയും ജീവിതത്തിലെ പ്രയാസമെന്ന് പറഞ്ഞാൽ പ്രത്യാശയില്ല. പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരേണ്ട ആവശ്യമില്ല. യേശു നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് ഏത് പ്രതിസന്ധിക്കകത്തുനിന്നും പുറത്തു വരാം. എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതിനകത്തുനിന്ന് കരകയറാൻ നമുക്ക് യേശു നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് എത്ര വലിയ രോഗമായാലും എത്ര വലിയ പ്രശ്നങ്ങളായാലും നമ്മുടെ പ്രത്യാശ കുറഞ്ഞു പോകല്ലേ. നമ്മുടെ പ്രത്യാശ എന്ത് ചെയ്യണം? എൻ്റെ പ്രത്യാശ ഞാൻ എപ്പോഴും എന്ത് ചെയ്യും? പ്രത്യാശിച്ചുകൊണ്ടിരിക്കും. പ്രത്യാശ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. പ്രത്യാശ എന്ന് പറയുന്ന ഒരു വികാരമല്ല, അത് ദൈവത്തിൽ വെച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ തീരുമാനമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഇതൊരു വൈകാരിക അനുഭവമല്ല. അല്ലെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇന്നുകൊണ്ട് എനിക്ക് പ്രത്യാശയല്ല. ഇതെൻ്റെ ദൈവത്തിൽ എനിക്കുള്ള വിശ്വാസമാണ് എൻ്റെ പ്രത്യാശ. എൻ്റെ പ്രത്യാശ എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത്? എനിക്ക് യേശു ഉള്ളത് കൊണ്ടാണ് എനിക്ക് പ്രത്യാശ. യേശു ഉള്ളതാണ് എൻ്റെ പ്രത്യാശ. ഏത് സാഹചര്യങ്ങൾ മാറിയാലും എന്നാക്ക മാറിയാലും മാറാത്തവനായി ഞാൻ മാറാത്ത ദൈവമെന്ന് പറഞ്ഞവൻ അവൻ ഇന്നലെയും ഇന്നും അനന്യനായ യേശു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദാവീദ് എപ്പോഴും പറഞ്ഞത്, ഞാൻ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ കൂടുതൽ കർത്താവിനെ എന്ത് ചെയ്യും? സ്തുതിക്കും. ഞാൻ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ കൂടുതൽ സ്തുതിക്കും. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, പ്രത്യാശ വർദ്ധിക്കുമ്പോൾ എന്തുണ്ടാകും? സ്തുതി വർദ്ധിക്കുന്നു. പ്രത്യാശ കുറഞ്ഞാൽ സ്തുതി കുറയും. ദൈവം പ്രവർത്തിക്കുമെന്ന വിശ്വാസമുള്ളവനാണ് സന്തോഷത്തോടെ സ്തുതിക്കാൻ പറ്റുന്നത്. അപ്പോൾ പ്രത്യാശ ഉള്ളവർ എന്ത് ചെയ്യും? പ്രത്യാശ വർദ്ധിക്കുമ്പോൾ നമ്മുടെ സ്തുതി കൂടുകയാണ്. നാളെ കർത്താവ് പ്രവർത്തിക്കും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സ്തുതിക്കാൻ തുടങ്ങും. നമ്മൾ ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ കൊച്ചിൻ്റെ കല്യാണം നടക്കാനായിട്ട് നാളുകളായിട്ട് പ്രാർത്ഥിക്കുക. കല്യാണം നടക്കുന്നില്ല. അപ്പം നമ്മുടെ മനസ്സിൽ പിശാചി കൊണ്ട് ഇത് നടക്കാനൊന്നും പോകുന്നില്ല. ഉടനെ പറയില്ല, എൻ്റെ ദൈവം മാറാത്തവനാണ്, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഞാൻ പ്രാർത്ഥിക്കും. എനിക്കറിയാം അതിൻ്റെ ബെസ്റ്റ് ടൈമിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കർത്താവ് ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കർത്താവിനെ സ്തുതിക്കും. എനിക്ക് സന്തോഷം വർദ്ധിക്കും. പ്രത്യാശ കുറഞ്ഞു പോയാലോ നമ്മൾ നിരാശയോടുകൂടെ പറയും, എൻ്റെ ബ്രദറെ എന്നാ ചെയ്യാനോ ഒന്നും നടക്കുന്നില്ല എന്ന വാക്ക് എപ്പോഴാണ് വരുന്നത്? നമ്മുടെ പ്രത്യാശ കുറയുമ്പോഴാണ് വരുന്നത്. ദൈവം പ്രവർത്തിക്കും എന്ന വിശ്വാസമുള്ളവനാണ് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത്. ദൈവം പ്രവർത്തിക്കുമെന്ന വാക്ക്, നാളെ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവൻ ഇന്ന് തന്നെ എന്ത് ചെയ്യും? ദൈവത്തെ സ്തുതിക്കും. വാതിൽ തുറക്കുമെന്ന് പ്രത്യാശിക്കുമ്പോൾ നമ്മൾ തുറന്ന വാതിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്തുതി കുറഞ്ഞിട്ടുണ്ടോ? അതിന് കാരണം പ്രത്യാശ കുറഞ്ഞു പോയതാണ്. ദൈവം ഇന്നും സിംഹാസനത്തിലിരിക്കുന്നു. അവൻ്റെ വാഗ്ദത്തങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ഇന്നും അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. പ്രത്യാശ എന്ത് ചെയ്യണം? വളർത്തണം. അപ്പോൾ നിങ്ങളുടെ സ്തുതിയും സ്വാഭാവികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കുക. നമ്മുടെ പ്രത്യാശയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം കുറയുന്നു. ദൈവത്തിലുള്ള വിശ്വാസം കുറയല്ലേ? വിശ്വാസം കുറഞ്ഞാൽ കഴിഞ്ഞില്ലേ? അപ്പോൾ വിശ്വാസം ശക്തിപ്പെടുന്നത് അനുസരിച്ച് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കും. ഞാൻ പ്രാർത്ഥിക്കുക, പിതാവേ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, ഇവരുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ, ഇവരുടെ സ്തുതി വർദ്ധിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.